കഥയുടെ തുടക്കത്തിൽ തന്നെ മേരി ജെയിൻ വാട്സൺ എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കാണാം. നമ്മുടെ കഥാനായകന് ചെറുപ്പം തൊട്ടേ മേരി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഹീറോക്ക് മേരിയെ അത്രത്തോളം ഇഷ്ടമാണ്. മേരിയുടെ തൊട്ടടുത്തിരിക്കുന്നവന്റെ പേരാണ് ഫ്ലാഷ്, അതായത് മേരിയുടെ ബോയ് ഫ്രണ്ട്. അപ്പോൾ ഇവനാണോ നമ്മുടെ ഹീറോ? ഏയ്, ഒരിക്കലുമല്ല. നമ്മുടെ ഹീറോ ദാ സ്കൂൾ ബസിന്റെ പിന്നാലെ ഓടി വരുന്നു. പീറ്റർ പാർക്കർ ബസ് നിർത്ത് എന്ന് പറഞ്ഞ് പീറ്റർ ബസിന്റെ പിന്നാലെ ഓടുമ്പോൾ എല്ലാവരും പീറ്ററിനെ കളിയാക്കി ചിരിക്കുകയാണ്. ബസ് ഡ്രൈവർ പോലും ബസ് നിർത്താതെ പീറ്ററിനെ കളിയാക്കുകയാണ്. അപ്പോൾ മേരി ഡ്രൈവറിന്റെ അടുത്ത് ചെന്ന് ബസ് നിർത്ത്, അവൻ എത്ര നേരമായി പിന്നാലെ ഓടുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഡ്രൈവർ പീറ്ററിന് ബസ്സിൽ കയറാനായി ബസ് നിർത്തിക്കൊടുത്തു. പീറ്റർ പാർക്കർ സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ എല്ലാ സ്റ്റുഡൻസും പീറ്ററിനെ കളിയാക്കുകയാണ്. അതേപോലെ അവരാരും പീറ്ററിന് സീറ്റ് കൊടുക്കാനും തയ്യാറല്ല. അതായത് പീറ്റർ പാർക്കർ അവരുടെ അടുത്തിരിക്കുന്നതിൽ അവർക്കാർക്കും താല്പര്യമില്ല. മാത്രമല്ല, പീറ്റർ നടക്കുമ്പോൾ ഒരുത്തൻ പീറ്ററിനെ കാല് വെച്ച് വീത്തു നോക്കിയുണ്ട്. വളരെയധികം സമ്പന്നനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നോർമൻ ഓസ്ബോൺ എന്ന ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനാണ് ഹാരി ഓസ്ബോൺ. നമ്മുടെ പീറ്റർ പാർക്കറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹാരി ഓസ്ബോൺ. അച്ഛൻ തന്റെ റോൾസ് റോയ്സ് കാറിലാണ് ഹാരിയെ സ്കൂളിൽ കൊണ്ടുവിട്ടത്. സ്കൂളിലെത്തിയ ഹാരി പീറ്ററിനെ കണ്ടു. അവരങ്ങനെ സംസാരിച്ചു പോകുമ്പോഴാണ് ഹാരിയുടെ അച്ഛൻ അവരുടെ പിന്നാലെ വന്നത്. മോനെ, നിനക്ക് ഇത് വേണ്ടേ എന്ന് ചോദിച്ചിട്ട്. അതായത് ഹാരി തന്റെ സ്കൂൾ ബാഗ് കാറിൽ നിന്ന് എടുക്കാതെയാണ് ഇറങ്ങിയത്. ശേഷം നോർമൻ പീറ്റർ പാർക്കറിനെ പരിചയപ്പെടുകയാണ്. മോനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹാരി എന്നോട് പറഞ്ഞിട്ടുണ്ട് മോന് സയൻസിൽ വളരെ ബ്രില്യന്റ് ആണ് എന്ന്. അപ്പോൾ പീറ്റർ പറയാണ്, അങ്കിളിനെ കുറിച്ചും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നോർമന് നാനോ ടെക്നോളജിയെ കുറിച്ച് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ പീറ്റർ പാർക്കർ വായിച്ചിട്ടുമുണ്ട്. അതൊക്കെ അദ്ദേഹത്തോട് പീറ്റർ പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും അത്ഭുതപ്പെട്ടു. അതായത് പീറ്റർ ഒരു ജീനിയസ് ആയിട്ടുള്ള പയ്യനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സോ ഇവിടെ ഫസ്റ്റ് ഡേ തന്നെ അവർ ഒരു സയൻസ് ലാബിൽ വന്നിട്ടാണുള്ളത്. ആ ലാബിൽ ഒരുപാട് സ്പീഷീസിൽ പെടുന്ന സ്പൈഡേഴ്സ് ഉണ്ട്. ടീച്ചർ അതൊക്കെ ഏത് സ്പീഷീസ് ആണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ സ്റ്റുഡൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പീറ്റർ പാർക്കർ കേട്ടു പഠിക്കുന്നത്. പീറ്ററിന് അറിയുന്ന കാര്യങ്ങളെ കുറിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പീറ്റർ ഹാരിയോട് പറയുന്നൊക്കെയുണ്ട്. പീറ്റർ പാർക്കർ തന്റെ ക്യാമറയിൽ സ്പൈഡേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫ്ലാഷും ഗാങ്ങും പീറ്ററിനെ ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഹാരിയാണ് പീറ്ററിന് വേണ്ടി പ്രതികരിക്കുന്നത്. ഇനി മേരിയെ പീറ്ററിന് ഒരുപാട് ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ പീറ്റർ പാർക്കറിന് പുള്ളിക്കാരിയോട് സംസാരിക്കാൻ ധൈര്യമില്ല. നീ പോയി സംസാരിക്കുക എന്നൊക്കെ ഹാരി പീറ്ററിനോട് പറയുന്നുണ്ടെങ്കിലും പീറ്ററിന് പേടിയാണ്. അപ്പോൾ മേരിയോട് ഹാരി സംസാരിക്കാനേ ചെന്നു. പക്ഷെ ഹാരി ഇവിടെ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, പീറ്റർ ഹാരിക്ക് പറഞ്ഞു കൊടുത്ത പല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഹാരി മേരിയോട് പറഞ്ഞ ആളാവുകയാണ്. അതായത് പീറ്ററിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹാരിക്കും മേരിയോട് താല്പര്യമുണ്ട്. സോ ടീച്ചർ ഇവിടെ അവർക്ക് ഒരു പ്രത്യേകതരം സ്പീഷീസിൽ പെടുന്ന സൂപ്പർ സ്പൈഡേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ അതിൽ 15 സൂപ്പർ സ്പൈഡേഴ്സ് ഉണ്ട്. എന്നാൽ മേരി അത് കൗണ്ട് ചെയ്തപ്പോൾ അതിൽ 15 സ്പൈഡേഴ്സ് ഇല്ല, പകരം 14 സ്പൈഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്നിനെ കാണുന്നില്ല. സോ ഗൈസ്, നിങ്ങൾക്ക് മിസ്സിംഗ് ആയ ആ ഒരൊറ്റ സ്പൈഡറിനെ ആ ലാബിന്റെ മുകളിൽ കാണാം. സോ ഹാരി മേരിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം പീറ്റർ ഇത് തന്നെ ഇനി എന്റെ അവസരം എന്ന് മനസ്സിലാക്കി മേരിയോട് ഞാൻ നിന്റെ ഫോട്ടോസ് എടുത്തോട്ടെ, സ്കൂൾ മാഗസിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെന്താ, എടുത്തോളൂ എന്ന് മേരി പറയുകയാണ്. സോ ഇവിടെ പീറ്റർ പാർക്കർ മേരിയുടെ ഫോട്ടോസ് എടുക്കുന്ന സമയം ആ സ്പൈഡർ മുകളിൽ നിന്ന് താഴേക്ക് പീറ്ററിന്റെ നേർക്ക് വരുന്നതായി കാണാം. പീറ്റർ മേരിയുടെ ഫോട്ടോസ് എടുക്കുമ്പോൾ പെട്ടെന്ന് മേരിയെ തന്റെ കൂട്ടുകാരി വിളിച്ചു കൊണ്ടുപോയി. ഈ സമയം താഴേക്ക് വന്ന ആ സ്പൈഡർ പീറ്റർ പാർക്കറിന്റെ കയ്യിൽ കടിച്ചിട്ട് പെട്ടെന്ന് പോവുകയാണ്. തന്നെ കടിച്ച സ്പൈഡറിനെ പീറ്റർ പാർക്കർ കണ്ടിട്ടുമുണ്ട്. ഓസ്കോർപ്പ് എന്ന ഈ കമ്പനിയുടെ സ്ഥാപകനാണ് ഹാരിയുടെ അച്ഛൻ നോർമൻ. അദ്ദേഹം റിസർച്ച് ചെയ്ത് നിർമ്മിച്ചെടുക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഈ ഗ്ലൈഡർ. സോ ഇവിടെ കുറച്ച് ഓഫീസേഴ്സ് അവിടെ വന്നതായി കാണാം. അവരുമായിട്ട് വലിയ ഒരു ബിസിനസ് ഡീലിന് നോർമൻ കൈ കൊടുത്തതാണ്. സംഭവം വേറൊന്നുമല്ല, അവർക്ക് വേണ്ടി നോർമൻ ഒരു ഹ്യൂമൻ പെർഫോമൻസ് എൻഹാൻസർ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടം വരെ എത്തി, അത് പൂർത്തിയായോ എന്നൊക്കെ ചോദിക്കാനാണ് ഓഫീസേഴ്സ് അവിടെ എത്തിയത്. എന്നാൽ ഡോക്ടർ സ്ട്രോം എന്ന സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് ഓഫീസേഴ്സിനോട് പറയുകയാണ്. അതായത് ആ പെർഫോമൻസ് എൻഹാൻസർ അവർ എലികളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എലികൾക്ക് കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള സ്വഭാവമായി മാറി. സോ അതുകൊണ്ട് എൻഹാൻസർ വീണ്ടും മറ്റൊരു ടെസ്റ്റിനായി വെക്കേണ്ടി വരും. അപ്പോൾ ഓഫീസർ നോർമനോട് ഒരു കാര്യം പറയുകയാണ്. അതായത് 2 ആഴ്ചക്കുള്ളിൽ ഹ്യൂമൻ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കമ്പനിയിൽ ഫണ്ടിങ് ചെയ്യുന്നതല്ല, അതേപോലെ മറ്റൊരു കമ്പനിയായി ഞങ്ങൾ ഫണ്ട് ചെയ്യുന്നതുമായിരിക്കും. സോ ഇവിടെ നോർമൻ ഓസ്ബണിന് അത്രത്തോളം പ്രഷർ ആണുള്ളത്. ഇനി നമ്മൾക്ക് നമ്മുടെ പീറ്റർ പാർക്കറിന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കാം. പീറ്റർ പാർക്കറിന് മാതാപിതാക്കളില്ല. ചെറുപ്പം തൊട്ടേ പീറ്റർ തന്റെ അങ്കിളുടെയും ആന്റിയുടെയും കൂടെയാണ് താമസിക്കുന്നത്. അവരാണ് പീറ്ററിനെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ ഇതാണ് അങ്കിൾ ബെൻ പാർക്കർ. അതേപോലെ ഇത് ആന്റി മെയ് പാർക്കർ. അവര് നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് കഴിയുന്നത്. അവർക്ക് പീറ്ററിനെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടവുമാണ്.
സ്നേഹവുമാണ്. അവരുടെ സ്വന്തം മകനെ പോലെ തന്നെയാണ് അവര് പീറ്റർ പാർക്കറിനെ വളർത്തുന്നത്. സോ ഇവിടെ സ്പൈഡറിനെ കടിയേറ്റ് പീറ്റർ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ പീറ്റർ അവരെ മൈൻഡ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് സ്റ്റേഴ്സ് കയറി തന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. പീറ്ററിന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് എന്താണ് ഒരു മാറ്റം എന്ന് അങ്കിളും ആന്റിയും ആലോചിക്കുകയാണ്. സോ ഇവിടെ റൂമിൽ കയറിയ പീറ്റർ പാർക്കറിന് നല്ല ക്ഷീണമുണ്ട്. ആ ക്ഷീണത്തോടെ അവൻ അവിടെ ബ്ലാങ്കറ്റ് മൂടി കിടക്കുകയാണ്. പീറ്റർ പാർക്കറിനെ സ്പൈഡർ കടിച്ച കൈ ചെറുതായി വീങ്ങിയതായിട്ട് നമ്മൾക്ക് ഇവിടെ കാണാം. ഇവിടെ നോർമൻ ആണെങ്കിൽ പെർഫോമൻസ് എൻഹാൻസർ തന്റെ സ്വന്തം ശരീരത്തിൽ ഇൻജക്ട് ചെയ്ത് ഹ്യൂമൻ ടെസ്റ്റ് ചെയ്യാനായി ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഡോക്ടർ സ്ട്രോം വാൺ ചെയ്യുന്നുണ്ട്. സർ പ്ലീസ്, പെർഫോമൻസ് എൻഹാൻസർ ഹ്യൂമൻ ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല, അത് ഡേഞ്ചർ ആണ്, ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ സയൻസും റിസർച്ചും റിസ്ക് ഇല്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് നോർമന്റെ മറുപടി. അതായത് ഡോക്ടർ സ്ട്രോങ് പറയുന്നതൊന്നും നോർമൻ കേൾക്കാൻ തയ്യാറല്ല. ഫോർമുല നോർമൻ കുടിച്ചു, എന്നിട്ട് മെഷീനിൽ കയറി കിടക്കുകയാണ്, അതായത് ഹ്യൂമൻ ടെസ്റ്റ് ചെയ്യാനായി. അങ്ങനെ നോർമന്റെ നിർബന്ധപ്രകാരം പെർഫോമൻസ് എൻഹാൻസർ ഡോക്ടർ സ്ട്രോം നോർമന്റെ ശരീരത്തിൽ ഹ്യൂമൻ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നോർമൻ ആണെങ്കിൽ അബോധാവസ്ഥയിലാവുകയും അദ്ദേഹം പിടക്കുന്നതായിട്ടും കാണാം. ഇത് കണ്ടപ്പോൾ ടെസ്റ്റ് ഏകദേശം പാളി പോയിട്ടുണ്ട് എന്ന് ഡോക്ടർ സ്ട്രോമിന് മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് നോർമന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. മിസ്റ്റർ നോർമൻ, താങ്കൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ ഈ സമയം നോർമൻ പെട്ടെന്ന് കണ്ണു തുറക്കുകയും വളരെയധികം അഗ്രഷൻ കാണിച്ച് ഡോക്ടർ സ്ട്രോമിന്റെ കഴുത്ത് ഞെരിച്ച് അദ്ദേഹത്തെ വലിച്ച് ദൂരെ എറിയുന്നതായും കാണാം. അതായത് നോർമന്റെ ശക്തിയൊക്കെ വർദ്ധിച്ചു. ആള് വളരെയധികം വയലന്റും അഗ്രസീവുമായി. അടുത്ത ദിവസം രാവിലെ പീറ്റർ പാർക്കർ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റു. കാഴ്ച കുറവുള്ള പീറ്ററിന് കണ്ണടയില്ലാതെ കണ്ണ് കാണത്തില്ല. സോ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ പീറ്റർ തന്റെ കണ്ണട വെക്കുകയാണ്. എന്നാൽ ഒരു അത്ഭുതം സംഭവിച്ചു. പീറ്ററിന് കണ്ണട വെച്ചപ്പോൾ കണ്ണ് കാണുന്നില്ല. അതായത് കണ്ണട ഇല്ലാതെ തന്നെ പീറ്റർ പാർക്കറിന് ഇപ്പോൾ കണ്ണ് കാണുന്നുണ്ട്. അതേപോലെ കണ്ണാടിയിൽ തന്റെ ബോഡി നോക്കിയപ്പോൾ അത്യാവശ്യം മസിൽസ് ഒക്കെ വന്നതായിട്ടും പീറ്റർ പാർക്കർ കണ്ടു. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും പീറ്ററിന് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, പീറ്റർ പാർക്കറിന്റെ വീട്ടിന്റെ തൊട്ടിപ്പുറമുള്ള വീട്ടിലാണ് പീറ്ററിന്റെ ക്രഷായ മേരി താമസിക്കുന്നത്. സോ പീറ്റർ പുള്ളിക്കാരിയെ നോക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം. അങ്കിളിനോടും ആന്റിയോടും പീറ്റർ സ്കൂളിലേക്ക് പോകാൻ യാത്ര പറഞ്ഞു. അങ്കിള് പീറ്ററിനോട് ഇന്ന് നമ്മൾക്ക് കിച്ചൺ ഒന്ന് പെയിന്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് തുടങ്ങിയാൽ മതി, എന്നെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പീറ്റർ പാർക്കർ അങ്കിളിനോട് പറയുന്നുണ്ട്. സോ അവര് ഹാപ്പിയാണ്. സോ പീറ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതേ സമയം തന്നെയാണ് മേരിയും പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളാണ് മേരിയുടെ അച്ഛൻ. അദ്ദേഹം എപ്പോഴും മേരിയെ വഴക്കു പറയും. അങ്ങനെ രാവിലെ തന്നെ മേരി അച്ഛനുമായിട്ട് വഴക്കിട്ടിട്ടാണ് സ്കൂളിലേക്ക് ഇറങ്ങിയത്. മേരിയുടെ പിന്നാലെ തന്നെ പീറ്റർ പാർക്കർ നടക്കുന്നുണ്ട്. എന്നാൽ മേരി അത് കണ്ടിട്ടില്ല. അതേപോലെ മേരിയോട് പോയി സംസാരിക്കാനുള്ള ധൈര്യവും പീറ്ററിനില്ല. ഈ സമയം മേരിയുടെ ഫ്രണ്ട് ഒരു കാറിൽ വന്നു. പുള്ളിക്കാരി ആ കാറിൽ കയറിപ്പോയി. പീറ്റർ അത് തന്നെ നോക്കി നിൽക്കുന്ന സമയം പീറ്ററിന്റെ സ്കൂൾ ബസ് ഇന്നും നിർത്താതെ പോവുകയാണ്. അതായത് ഇന്നും പീറ്റർ സ്കൂൾ ബസിന്റെ പിന്നാലെ ഓടുകയാണ്. പീറ്റർ ഓടി ബസ് സൈഡിൽ നിന്ന് അടിക്കാനായി നോക്കിയപ്പോൾ ബസിന്റെ സൈഡിലുള്ള പോസ്റ്റർ പീറ്ററിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് പുറത്തേക്ക് കീറി വന്നു. അങ്ങനെ അത്ഭുതത്തോടെ പീറ്റർ തന്റെ കൈ നോക്കുകയാണ്. മൊത്തത്തിൽ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഹാരി വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് തന്റെ അച്ഛൻ അബോധാവസ്ഥയിൽ നിലത്ത് കിടക്കുന്നതാണ്. ഹാരി അച്ഛനെ എഴുന്നേൽപ്പിച്ച് സോഫയിലിരുത്തി. അച്ഛൻ എന്താണ് പറ്റിയത് എന്നൊക്കെ മകൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. മോനെ, എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നാണ് നോർമൻ മകനോട് പറഞ്ഞത്. ഈ സമയം നോർമന്റെ കമ്പനിയിലെ സ്റ്റാഫ്സ് ഒക്കെ അവിടെ എത്തി. നമ്മുടെ ലാബിൽ നിന്ന് ആരോ ഡോക്ടർ സ്ട്രോമിനെ കൊന്നു എന്ന് പറയാനാണ് അവർ അവിടെ എത്തിയത്. അതേപോലെ നമ്മുടെ ഫ്ലൈറ്റ് സ്യൂട്ടും ഗ്ലൈഡറും മോഷണം പോയി. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നോർമൻ ആളാകെ ഷോക്കായി. ഇവിടെ പീറ്റർ പാർക്കർ ക്യാൻറ്റീനിൽ ഒരു ടേബിളിൽ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയം ഭക്ഷണവുമായി മേരി നടന്നു വരുന്നത് കാണാം. എന്നാൽ പുള്ളിക്കാരി പീറ്ററിന്റെ അടുത്തെത്താനായപ്പോൾ സ്ലിപ്പായി വീഴാനായി പോവുകയാണ്. എന്നാൽ പീറ്റർ പെട്ടെന്ന് എഴുന്നേറ്റ് ചെയ്തത് ഇതാണ്. അങ്ങനെ മേരി ആളാകെ ഇംപ്രസ് ആയി. പീറ്ററിന് വിശ്വസിക്കാനാവുന്നില്ല. പീറ്റർ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോർക്ക് പീറ്ററിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. അത് പിടിച്ചു വലിച്ചപ്പോൾ പീറ്ററിന്റെ കൈയുടെ അകത്തുനിന്ന് ചിലന്തി വല അഥവാ വെബ് പുറത്തേക്ക് വന്നു. അതേപോലെ വെബ് ഒരു പ്ലേറ്റിലാവുകയും ചെയ്തു. പീറ്റർ പെട്ടെന്ന് അത് പിടിച്ചു വലിച്ചപ്പോൾ ആ പ്ലേറ്റ് നമ്മുടെ മേരിയുടെ ബോയ്ഫ്രണ്ട് ആയ ഫ്ലാഷിന്റെ ദേഹത്ത് ചെന്ന് വീഴുകയാണ്. ഫ്ലാഷിന് നല്ല ദേഷ്യം വന്നു. പീറ്റർ എന്നാൽ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഫ്ലാഷ് പീറ്ററിനെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ പീറ്ററിനെ ഒരു പാഠം പഠിപ്പിക്കാനായി പിന്നാലെ ചെന്നു.
എന്നിട്ട് അവൻ പീറ്ററിനെ പഞ്ച് ചെയ്യാനായി ശ്രമിച്ചു. എന്നാൽ അവൻ പഞ്ച് ചെയ്യാൻ വന്നത് പീറ്ററിന് സ്ലോ മോഷനിൽ കാണാൻ സാധിച്ചു. അതേപോലെ അവന്റെ ഓരോ പഞ്ചിൽ നിന്നും പീറ്റർ പാർക്കറിന് വളരെ നിസ്സാരമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് തല്ലുന്നില്ല എന്ന് പീറ്റർ ഫ്ലാഷിനോട് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് ഫ്ലാഷ് പീറ്ററിനെ തല്ലാനായി പോവുകയാണ്. എന്നാൽ ഒരു ഇടി പോലും പീറ്ററിന് കൊള്ളുന്നില്ല. എല്ലാം വളരെ നിസ്സാരമായിട്ടാണ് പീറ്റർ ബ്ലോക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരു അടിപൊളി ഫ്ലിപ്പും പീറ്റർ പാർക്കർ ചെയ്തു. സോ ഇതൊക്കെ കണ്ട് സ്റ്റുഡൻസ് എല്ലാവരും ഷോക്കായി. ഫൈനലി ഫ്ലാഷ് രണ്ടും കൽപ്പിച്ച് ഒരു പവർഫുൾ പഞ്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പീറ്റർ അവന്റെ കൈ പിടിക്കുകയും ചെറുതായി അവനെ ഉന്തി മാറ്റാനായി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഫ്ലാഷ് തെറിച്ചങ്ങ് ദൂരെ എത്തി. ഇത് കണ്ട് സ്റ്റുഡൻസ് മാത്രമല്ല പീറ്റർ പാർക്കർ തന്നെ സ്വയം അത്ഭുതപ്പെട്ടു. തനിക്ക് അത്രത്തോളം ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പീറ്റർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. എന്നിട്ട് തന്റെ കൈ നോക്കുകയാണ്. കയ്യിൽ തന്നെ അന്ന് സ്പൈഡർ കടിച്ച അടയാളം പീറ്റർ പാർക്കർ കണ്ടു. അതേപോലെ പീറ്റർ നിൽക്കുന്ന സ്ഥലത്തും സ്പൈഡർ ഉണ്ട്. അങ്ങനെ പീറ്ററിന് മനസ്സിലായി അന്ന് സ്പൈഡർ കടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്പൈഡറിനെ പോലെ കെട്ടിടങ്ങളിലേക്ക് കൂടി തനിക്കും ക്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പീറ്ററിന് മനസ്സിലായി. അങ്ങനെ അവിടെയുള്ള ഒരു കെട്ടിടത്തിൽ ആരും കാണാതെ പീറ്റർ പാർക്കർ ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. കെട്ടിടത്തിന്റെ മുകളിലെത്തിയ പീറ്റർ ഓരോ ബിൽഡിങ്ങിൽ നിന്നും ചാടി ചാടി പോവുകയാണ്. അതായത് തനിക്ക് ലഭിച്ച സൂപ്പർ പവർ എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ. അതിനുശേഷം തന്റെ കയ്യിൽ നിന്ന് വരുന്ന വെബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് എങ്ങനെയാണ് വരുത്തിക്കേണ്ടത് എന്ന് പീറ്ററിന് അറിയത്തില്ല. അങ്ങനെ ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പീറ്ററിന് മനസ്സിലായി കൈ ഇതുപോലെ പിടിച്ചു വെച്ചാൽ മാത്രമേ തന്റെ കയ്യിൽ നിന്ന് വെബ് പുറത്തേക്ക് വരത്തുള്ളൂ. അങ്ങനെ പീറ്റർ പാർക്കർ അതും ടെസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പീറ്റർ പാർക്കർ വീട്ടിലെത്താൻ ലേറ്റ് ആയി. അങ്കിളിനോട് കിച്ചൺ പെയിന്റ് അടിക്കാൻ താനും ഉണ്ടാവുമെന്ന് പീറ്റർ വാക്ക് കൊടുത്തതാണ്. എന്നാൽ പീറ്റർ ലേറ്റ് ആയി വീട്ടിലെത്തിയപ്പോൾ അങ്കിൾ ബെൻ ഓൾറെഡി കിച്ചൺ മുഴുവനായിട്ടും പെയിന്റ് ചെയ്തതായി പീറ്റർ പാർക്കർ കണ്ടു. ഇവിടെ പീറ്റർ ആണെങ്കിൽ മേരിയുടെ വീട്ടിൽ നിന്ന് മേരിയുടെ അച്ഛൻ മദ്യപിച്ച് മേരിയെ വഴക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിലെ വേസ്റ്റ് കളയാനായി പീറ്റർ പുറത്തു വന്ന അതേ സമയം അച്ഛന്റെ വഴക്ക് കേട്ട് മേരിയും വീടിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പീറ്ററും മേരിയും സംസാരിക്കുകയാണ്. പീറ്ററിന്റെ സംസാരത്തിൽ നിന്നൊക്കെ മേരിക്ക് പീറ്റർ പാർക്കറിന് തന്നെ ഏറെ ഇഷ്ടമാണ് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവരുടെ ഭാവി പ്ലാൻസ് അവർ ഷെയർ ചെയ്തു. അതായത് പീറ്റർ പാർക്കറിന് ഒരു ഫോട്ടോഗ്രാഫർ ആവണമെന്നാണ് ആഗ്രഹം. അതേപോലെ മേരിക്ക് ഒരു നടി ആവണമെന്നാണ് ആഗ്രഹം. സോ അവർ സംസാരിക്കുന്ന സമയത്ത് അവിടെ ദൂരെ മേരിയുടെ ബോയ് ഫ്രണ്ട് ഫ്ലാഷ് അവന്റെ പുതിയ കാറിൽ മേരിയെ കൂട്ടാനായി വന്നു. മേരി പീറ്ററിനോട് ബൈ പറഞ്ഞ് ഫ്ലാഷിനൊപ്പം പോവുകയാണ്. പോകുന്ന സമയത്ത് മേരി ഫ്ലാഷിനോട് അടിപൊളി കാർ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ദൂരെ നിന്ന് പീറ്റർ കാണുന്നുണ്ട്. അങ്ങനെ പീറ്ററിനും ആ ആഗ്രഹം വന്നു. അതായത് തനിക്കും ഒരു കാർ വാങ്ങണം. അങ്ങനെ പത്രത്തിൽ കാർസിന്റെ ഒക്കെ വില നോക്കിയപ്പോൾ അതൊന്നും പീറ്ററിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ $2000-3000 ചില യൂസ്ഡ് കാർസ് അവൈലബിൾ ആണ്. ആ യൂസ്ഡ് കാർസ് പരസ്യത്തിന്റെ തൊട്ട് താഴെ പീറ്റർ മറ്റൊരു പരസ്യം കണ്ടു. അതൊരു റെസ്ലിംഗ് മാച്ചിന്റെ പരസ്യമാണ്. 3 മിനിറ്റ്സ് റിംഗിൽ ഫൈറ്റ് ചെയ്ത് നിന്നാൽ $3000 പ്രതിഫലം. അപ്പോൾ പീറ്ററിന് അത്രയും ശക്തിയുണ്ട് എന്ന് നമ്മൾക്കറിയാം. അങ്ങനെ പീറ്റർ കാർ വാങ്ങാൻ പണം സമ്പാദിക്കാനായി ആ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ തന്റെ മുഖം കാണിച്ചുകൊണ്ട് ഫൈറ്റിന് പോകുന്നത് സാധ്യമല്ല. അതുകൊണ്ട് പീറ്റർ സ്വന്തമായി ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഫൈനലി പീറ്റർ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പീറ്റർ തന്നെ മുറിയിൽ നിന്നൊക്കെ തന്നെ സൂപ്പർ പവർ അഥവാ വല വീശി കളിക്കുകയാണ്. അങ്ങനെ പീറ്ററിന്റെ റൂമിലെ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. സോ പീറ്ററിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായി അങ്കിളും ആന്റിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് അവനോട് തനിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് മേയോട് ബെൻ പറയുകയാണ്. അപ്പോൾ അങ്കിൾ ആന്റി ഞാൻ ലൈബ്രറിയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പീറ്റർ പോകുമ്പോൾ നിന്നെ ഞാൻ കൊണ്ടുവിടാം, എനിക്ക് അതുവഴി പോകാനുണ്ട് എന്ന് അങ്കിൾ ബെൻ പറയുകയാണ്. സ്ഥലമെത്തിയപ്പോൾ അങ്കിൾ ബെൻ പീറ്ററിനോട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. നിന്റെ സ്വഭാവത്തിൽ ഈയിടെയായി വന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ നീ സ്കൂളിൽ നിന്ന് തല്ലുണ്ടാക്കിയിട്ടില്ല. നീ സ്കൂളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ നിന്റെ ബെഡ്റൂമിൽ നിന്ന് നീ എന്താണ് ചെയ്യുന്നത്? എന്തോ വീട് എക്സ്പെരിമെന്റ് ആണോ നീ ചെയ്യുന്നത്? അതെന്തുമാവട്ടെ എനിക്ക് നിന്നെ മനസ്സിലാവും. ഞാൻ നിന്റെ പ്രായത്തിലുള്ള സമയത്ത് എനിക്കും ഇതുപോലെ പെട്ടെന്ന് സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിക്കണം. കാരണം നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ കാലാകാലം നിന്റെ കൂടെ ഉണ്ടാവും. സോ രാവിലെ തന്നെ അങ്കിൾ ബെൻ തന്നെ ഉപദേശിക്കുന്നത് കൊണ്ട് പീറ്ററിന് തീരെ ഇഷ്ടമാവുന്നില്ല. പക്ഷെ ഇവിടെയാണ് അങ്കിൾ ബെൻ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഡയലോഗ് പറഞ്ഞത്. അതായത് നിന്റെ പക്കൽ എത്ര ശക്തി ഉണ്ടെങ്കിൽ കൂടി യാതൊരു കാരണവശാലും ആ ശക്തി നീ ദുരുപയോഗം ചെയ്യരുത്. അതേപോലെ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. Remember, with great power comes
comes great responsibility. നിങ്ങളുടെ വർത്താനം കേട്ടാൽ തോന്നും ഞാനൊരു ക്രിമിനൽ ആണ് എന്ന്. എന്നെ ഉപദേശിക്കൊന്നും വേണ്ട. നിങ്ങൾ വെറും എന്റെ അങ്കിൾ മാത്രമല്ലേ, എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. അപ്പൊ ഇതായിരുന്നു പീറ്ററിന്റെ മറുപടി. പീറ്റർ അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെ സൈലന്റ് ആയി. അദ്ദേഹം പീറ്ററിനെ അവിടെ കൊണ്ടുവിട്ട് പോയതിനു ശേഷം അങ്കിളിനോട് അങ്ങനെ പറഞ്ഞതിൽ പീറ്റർ പാർക്കറിന് കുറ്റബോധവും തോന്നി. സോ ഇവിടെ പീറ്റർ പാർക്കർ റെസ്ലിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയതായി കാണാം. അവിടെ ബോൺസോ എന്ന ഈ റെസ്ലറിന്റെ കൂടെയാണ് 3 മിനിറ്റ് മിനിമം റിംഗിൽ പിടിച്ചു നിൽക്കേണ്ടത്. എന്നാൽ ബോൺസോ എന്ന റെസ്ലർ തന്റെ എതിരാളികളെയൊക്കെ സെക്കൻഡുകൾ കൊണ്ടാണ് പരാജയപ്പെടുത്തുന്നത്. ബോൺസോന്റെ സൈസും ഫൈറ്റും ഒക്കെ കണ്ട് പീറ്റർ ഷോക്കായി. എന്തായാലും പീറ്റർ ബാക്ക് സ്റ്റേജിൽ ചെന്ന് തന്റെ പേര് രജിസ്റ്റർ ചെയ്തു. ദ ഹ്യൂമൻ സ്പൈഡർ എന്നാണ് പീറ്റർ തന്റെ പേര് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീ പീറ്ററിനോട് പറയാണ്, തനിക്ക് ഇവിടുന്ന് വല്ല പരിക്കോ മറ്റോ പറ്റിയാലും ഞങ്ങൾ ഉത്തരവാദികളായിരിക്കത്തില്ല, അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി എന്നൊക്കെ പീറ്ററിനെ പുച്ഛിച്ചുകൊണ്ടാണ് ആ സ്ത്രീ പറയുന്നത്. സോ ഇവിടെ ദ ഹ്യൂമൻ സ്പൈഡർ റിംഗിലേക്ക് കയറാനായി പോവുകയാണ്. എന്നാൽ കമന്റർ ഹ്യൂമൻ സ്പൈഡർ എന്ന പേര് തെറ്റായി വായിച്ചു. അദ്ദേഹം ദ ഹ്യൂമൻ സ്പൈഡറിന് പകരം ദ അമേസിംഗ് സ്പൈഡർമാൻ എന്നാണ് വായിച്ചത്. സ്പൈഡർമാൻ റിംഗിലേക്ക് കയറുമ്പോൾ എല്ലാവരും സ്പൈഡർമാനെ കളിയാക്കുന്നുണ്ട്. അതേപോലെ റിംഗിൽ കയറുന്ന സമയത്ത് തൊട്ടുമുന്നേ ഫൈറ്റ് ചെയ്ത എതിരാളിയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതായിട്ടും കാണാം. സോ സ്പൈഡർമാൻ റിംഗിൽ കയറിയപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. റിംഗിൽ കേജ് വരികയാണ്, അതായത് പുറത്തേക്ക് പോകാൻ ഇനി കഴിയത്തില്ല. ബോൺസോ സ്പൈഡർമാനെ കളിയാക്കിക്കൊണ്ട് വെല്ലുവിളിക്കുകയാണ്, ഇനിയുള്ള 3 മിനിറ്റ് നിന്നെ ഞാൻ കൊല ചെയ്യും. അങ്ങനെ ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പീറ്റർ ഡിഫൻസ് മാത്രമാണ് ചെയ്തത്. ബോൺസോ തല്ലാൻ വരുമ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ടും ചാടിയിട്ടൊക്കെ പീറ്റർ ഡിഫെൻഡ് ചെയ്തു. എന്നാൽ പിന്നെ പീറ്ററിനെ ബോൺസോ പിടിച്ചു വെച്ച് തല്ലുകയാണ്. ശേഷം നമ്മുടെ സ്പൈഡർമാൻ തിരിച്ചു തല്ലി. അങ്ങനെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ബോൺസോനെ സ്പൈഡർമാൻ പരാജയപ്പെടുത്തി. അവിടെയുള്ള കാണികൾ എല്ലാവരും സ്പൈഡർമാന്റെ ആരാധകരായി മാറി. പക്ഷെ ഈ ഫൈറ്റിന്റെ മാനേജ്മെന്റ് നമ്മുടെ പീറ്റർ പാർക്കറിനെ ചതിച്ചു. ഫൈറ്റ് വിജയിച്ചാലും $3000 ആണ് പ്രതിഫലം. അപ്പോൾ പീറ്റർ പണം വാങ്ങാനായി ചെന്നപ്പോൾ മാനേജർ പീറ്ററിനെ ആകെ നൽകിയത് $100 മാത്രമാണ്. അത് പീറ്റർ ചോദിച്ചപ്പോൾ അദ്ദേഹം പീറ്ററിനോട് പറയാണ്, ഡാ ചെറുക്ക, 3 മിനിറ്റ് തികച്ച് ഫൈറ്റ് ചെയ്താൽ മാത്രമേ $3000 കിട്ടൂ. നീ എന്നാൽ 2 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്തില്ലേ, അതുകൊണ്ട് ഇത്രക്കേ തരാൻ കഴിയൂ. അങ്ങനെ സങ്കടത്തോടെ മറിച്ചൊന്നും പറയാതെ മാനേജറിന്റെ റൂമിൽ നിന്ന് പീറ്റർ ഇറങ്ങിപ്പോയി. പക്ഷെ പീറ്റർ അവിടുന്ന് പോയതിനു ശേഷം ആ റൂമിലേക്ക് ഒരുത്തൻ കയറി വരുന്നതായി കാണാം. അതൊരു കൊള്ളക്കാരനാണ്. കൊള്ളക്കാരൻ മാനേജറിന്റെ നേർക്ക് തോക്ക് ചൂണ്ടി അദ്ദേഹത്തെ തല്ലിയിട്ട് അവിടെയുള്ള പണമൊക്കെ മോഷ്ടിച്ച് ഓടിപ്പോവുകയാണ്. അപ്പോൾ പീറ്റർ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുമ്പോൾ ആ കൊള്ളക്കാരൻ ലിഫ്റ്റിലേക്ക് ഓടി വരുന്നു. പീറ്റർ എന്നാൽ അവനെ പിടിക്കാനൊന്നും നിന്നിട്ടില്ല. അവനെ ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടാൻ പീറ്റർ അനുവദിച്ചു. മാനേജർ പീറ്ററിനോട് നീ എന്തിട്ടാണ് അവനെ പിടിക്കാത്തത്, അവൻ കൊള്ളക്കാരനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും എന്റെ ഉത്തരവാദിത്വമല്ല എന്നായിരുന്നു പീറ്റർ പാർക്കറിന്റെ മറുപടി. പീറ്റർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു. പീറ്റർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഒരു വൃദ്ധനെ ഒരു കൊള്ളക്കാരൻ വെടിവെച്ചിട്ടിരിക്കുന്നു. ആൻഡ് ആ വൃദ്ധൻ വേറെ ആരുമല്ല, പീറ്ററിന്റെ സ്വന്തം അങ്കിൾ ബെൻ ആണ്. അങ്കിൾ ബെൻ പീറ്ററിന്റെ കൈ പിടിച്ചു, എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടു. പീറ്റർ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. കാരണം അവസാനം അങ്കിൾ ബെന്നോട് പീറ്റർ പാർക്കർ മോശമായിട്ടാണ് സംസാരിച്ചത്. അതിന്റെയൊക്കെ നല്ല കുറ്റബോധം പീറ്റർ പാർക്കറിനുണ്ട്. അങ്കിൾ ബെന്നിനോട് ഒരു സോറി പറയാൻ പോലും പീറ്ററിന് സാധിച്ചിട്ടില്ല. അതിനു മുന്നേ അങ്കിൾ ബെൻ മരണപ്പെട്ടു. പോലീസ് കൊള്ളക്കാരനെ പിടിക്കാനായി ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവനെ പിടിക്കാനായി പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ഔട്ട്ഫിറ്റ് ഒക്കെ ധരിച്ചിട്ട് വന്നു. സ്പൈഡർമാൻ കൊള്ളക്കാരന്റെ വണ്ടിയുടെ മുകളിൽ ചാടിക്കയറി അവനെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാറിനെ കൺട്രോൾ വിട്ട് ഒരു പൂട്ടിപ്പോയ ബിൽഡിംഗിൽ ഇടിച്ചു കയറി. അവിടെ നിന്ന് പീറ്റർ പാർക്കർ ആ കൊള്ളക്കാരനെ ഇടിച്ചിടുകയാണ്. പെട്ടെന്ന് ആ കൊള്ളക്കാരന്റെ മുഖത്ത് വെളിച്ചമടിച്ചപ്പോഴാണ് പീറ്റർ ആ കൊള്ളക്കാരന്റെ മുഖം കാണുന്നത്. അത് വേറെ കൊള്ളക്കാരനൊന്നുമല്ല, പീറ്റർ നേരത്തെ രക്ഷപ്പെടാൻ അനുവദിച്ച അതേ കൊള്ളക്കാരൻ തന്നെയാണ്. പീറ്റർ നേരത്തെ അദ്ദേഹത്തെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്കിൾ ബെൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. എന്തായാലും ഈ കൊള്ളക്കാരൻ ആ ബിൽഡിംഗിൽ നിന്ന് കാലുതെറ്റി താഴെ വീണ് മരണപ്പെട്ടു. പോലീസ് സ്പൈഡർമാനെ പിടിക്കാനായി ആ ബിൽഡിംഗിൽ എത്തിയപ്പോഴേക്കും സ്പൈഡർമാൻ അവിടുന്ന് സ്ഥലം വിട്ടു. നോർമൻ ഓസ്ബോണുമായിട്ട് ഈ ഓഫീസേഴ്സ് ബിസിനസ്സിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അവരിപ്പോൾ മറ്റൊരു കമ്പനിക്ക് ആ ഡീല് കൊടുത്തു. അപ്പോൾ ഇവിടെ അത് അവർ ടെസ്റ്റ് ചെയ്യാനായി പോവുകയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ പച്ച നിറത്തിലുള്ള ഒരു സാധനം ഗ്ലൈഡറിൽ വന്ന് അവിടെ പൂർണ്ണമായിട്ടും അറ്റാക്ക് ചെയ്യുകയാണ്. അതും വളരെ വേഗത്തിലാണ് വന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വില്ലൻ, ദ ഗ്രീൻ ഗോബ്ലിൻ. പീറ്റർ പാർക്കറിന്റെ ഗ്രാജുവേഷൻ ആണ് ഇന്ന്. അവിടെ പീറ്ററിനോട് സംസാരിക്കാനായി നോർമൻ വരുന്നൊക്കെയുണ്ട്. അദ്ദേഹത്തിന് ജീനിയസ് ആയ പീറ്ററിന് ഭയങ്കര കാര്യമാണ്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കേണ്ട എന്നൊക്കെ നോർമൻ പീറ്ററിനോട് പറയുന്നുണ്ട്. വീട്ടിലെത്തിയ പീറ്റർ അങ്കിൾ ബെന്നിനെ കുറിച്ചൊക്കെ ആലോചിച്ച് സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ആന്റി വന്ന് പീറ്ററിനെ സമാധാനിപ്പിച്ചത്. പുള്ളിക്കാരി പീറ്ററിനോട് പറയാണ്, നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണ്. നിന്നെ ഓർത്ത് അങ്കിൾ ബെൻ എപ്പോഴും പ്രൗഡ് ആയിരിക്കും. പീറ്റർ പാർക്കർ ഇവിടെ തന്നെ സ്പൈഡർമാൻ സ്യൂട്ട്
പുറത്തെടുത്തു. എന്നിട്ട് മുന്നേ താൻ വരച്ച സ്പൈഡർമാൻ സ്യൂട്ടിന്റെ ഡിസൈനും നോക്കി. പീറ്ററിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അങ്കിൾ ബെൻ തന്നോട് അവസാനമായി പറഞ്ഞ ആ മഹത്തായ വാക്കുകളാണ്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അതായത് പീറ്റർ തന്റെ സൂപ്പർ പവേഴ്സ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കൊള്ളക്കാരെയും കള്ളന്മാരെയും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരെയും എല്ലാവരെയും സ്പൈഡർമാൻ ഒരു പാഠം പഠിപ്പിക്കാനേ തുടങ്ങി. ഇത് വലിയ വാർത്തയായി. ജനങ്ങൾ എല്ലാവരും സ്പൈഡർമാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആരാണ് ഈ സ്പൈഡർമാൻ? അവൻ നല്ലവനാണോ അതോ കെട്ടവനാണോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച. സ്പൈഡർമാനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ നല്ല ആവേശമുള്ളത് കൊണ്ട് തന്നെ എല്ലാ ന്യൂസ് പേപ്പറിന്റെയും ഫ്രണ്ട് പേജ് സ്പൈഡർമാനെ കുറിച്ചാണ്. ഇവിടെ ഒരു ദിവസം റോഡ് സൈഡിൽ വെച്ച് പീറ്റർ മേരിയെ കണ്ടു. അവരങ്ങനെ സംസാരിക്കുമ്പോഴാണ് മേരി ഹാരിയോടൊപ്പം ഡിന്നറിന് പോകുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ പീറ്ററിന് ആകെ വിഷമമായി. കാരണം തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹാരി താൻ നോക്കി വെച്ച പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പീറ്റർ പാർക്കറിന് ജനങ്ങളെ സേവിക്കാനൊക്കെ പറ്റുന്നുണ്ട്, എന്നാൽ തനിക്ക് സ്വന്തമായി ജോലിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പീറ്റർ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കണ്ടത്. സ്പൈഡർമാന്റെ ഫോട്ടോസ് നൽകുന്നവർക്ക് പ്രതിഫലമുണ്ട്. പീറ്റർ പാർക്കർ ആണെങ്കിൽ ഫോട്ടോഗ്രാഫറുമാണ്. അങ്ങനെ സ്വയം ക്യാമറ തന്റെ വലയിൽ അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ പീറ്റർ പാർക്കർ തന്നെ സ്വയം തന്റെ ഫോട്ടോസ് എടുക്കും. അങ്ങനെ ഈ ഫോട്ടോസുമായി ന്യൂസ് പേപ്പർ ഓഫീസിൽ പീറ്റർ പാർക്കർ ചെന്നു. ഡെയിലി ബ്യൂഗിൾ എന്ന ന്യൂസ് പേപ്പറിന്റെ ചീഫ് എഡിറ്ററാണ് ജെയിംസൺ എന്ന ഇദ്ദേഹം. പീറ്റർ പാർക്കർ സ്വയം എടുത്ത ഫോട്ടോസ് ജെയിംസിന് നൽകുകയാണ്. ആ ഫോട്ടോസിന്റെ ഒക്കെ പ്രതിഫലമായി അദ്ദേഹം പീറ്റർ പാർക്കറിന് $300 നൽകുകയും ചെയ്തു. അതായത് സ്വന്തം ഫോട്ടോസ് എടുത്ത് അത് ന്യൂസ് പേപ്പർ കമ്പനിക്ക് വിറ്റ് പീറ്റർ പണം സമ്പാദിക്കാനേ തുടങ്ങി. നോർമൻ കണ്ടുപിടിച്ച സ്വന്തം കമ്പനിയാണ് ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസ്. എന്നാൽ തന്റെ സ്വന്തം കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സ് തന്നെ നോർമനെ ഫയർ ചെയ്യുകയാണ്. നോർമൻ ആകെ ദേഷ്യത്തിലായി. I started this company. You know how much I sacrificed? ഇവിടെ നാട്ടിൽ വലിയ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. ആ ഫെസ്റ്റിവലിന് ഫോട്ടോസ് എടുക്കാൻ വന്നതാണ് പീറ്റർ പാർക്കർ. അങ്ങനെ പീറ്റർ ഫോട്ടോസ് എടുക്കുന്ന സമയം ദാണ്ടെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹാരിയും അതേപോലെ മേരിയും ഒന്നിച്ച്. മേരിക്ക് പക്ഷെ ഹാരിയുടെ പല പെരുമാറ്റവും ഇഷ്ടപ്പെടുന്നില്ല. അവന് കിസ് ചെയ്യാൻ വന്നപ്പോഴൊക്കെ മേരി അവനെ അവഗണിക്കുന്നുണ്ട്. ഇതൊക്കെ പീറ്റർ പാർക്കർ ദൂരെ നിന്ന് കാണുന്നത് ഹാരി കണ്ടു. ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്ന ആ സ്ഥലത്തേക്ക് ദ ഗ്രീൻ ഗോബ്ലിൻ എത്തുകയാണ്. എത്തുക മാത്രമല്ല ജനങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ടും ഗ്രീൻ ഗോബ്ലിൻ ആരംഭിച്ചു. മേരി ഇപ്പോൾ വളരെയധികം അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഇതൊക്കെ കണ്ട പീറ്റർ അവിടുന്ന് പെട്ടെന്ന് ഓടുകയാണ് തന്റെ സ്പൈഡർമാൻ സ്യൂട്ട് ധരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൈഡർമാനും ദ ഗ്രീൻ ഗോബ്ലിനും ഏറ്റുമുട്ടുകയാണ്. അവസാനം ദ ഗ്രീൻ ഗോബ്ലിൻ നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിട്ടു. അപകടത്തിൽപ്പെട്ട മേരിയെ സ്പൈഡർമാൻ രക്ഷിച്ച് പറക്കുകയും ചെയ്തു. തന്റെ ജീവനെ രക്ഷിച്ച സ്പൈഡർമാനോട് മേരിക്ക് ഏറെ ബഹുമാനവും ഇഷ്ടവും തോന്നി. അന്ന് രാത്രി ഹാരിയും പീറ്റർ പാർക്കറും സംസാരിക്കുകയാണ്. ഹാരി പീറ്ററിനോട് പറയാണ്, എടാ ഞാൻ നിന്നോട് ഇതിനെ കുറിച്ച് പറയാൻ വന്നതാണ്. എനിക്കും മേരിയെ ഒരുപാട് ഇഷ്ടമാണ്. നീ ആണെങ്കിൽ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. നീ എന്നോടൊന്നും വിചാരിക്കരുത് എന്നൊക്കെയാണ് ഹാരി പറയുന്നത്. അതൊന്നും സാരമില്ല എന്ന് പീറ്റർ മറുപടി കൊടുത്തു. ഇവിടെ നോർമൻ അമിതമായി മദ്യപിക്കുകയാണ്. അപ്പോൾ നോർമൻ ആരുടെയോ ശബ്ദം കേൾക്കുകയാണ്. അത് ആരുടെ ശബ്ദമാണ് എന്ന് മാത്രം നോർമന് മനസ്സിലാകുന്നില്ല. എന്നാൽ കണ്ണാടി നോക്കിയപ്പോൾ അത് വേറെ ആരുമല്ല, നോർമൻ തന്നെയാണ്. അതായത് നോർമന് മനസ്സിലായി ഡോക്ടർ സ്ട്രോമിനെ കൊന്നതും നാട്ടിൽ അറ്റാക്ക് നടത്തിയതും വേറെ ആരുമല്ല താൻ തന്നെയാണ് എന്ന്. അതിന്റെയൊക്കെ പിന്നിൽ നോർമന്റെ ശരീരത്തിലുള്ള നോർമൻ തന്നെ കണ്ടുപിടിച്ച ഗോബ്ലിൻ ഫോർമുലയാണ്. ഇവിടെ പീറ്റർ പാർക്കറും ന്യൂസ് പേപ്പറിന്റെ ചീഫ് എഡിറ്ററായ ജെയിംസണും സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടത്തേക്ക് ഗ്രീൻ ഗോബ്ലിൻ വരികയാണ്. എന്നിട്ട് ജെയിംസന്റെ കഴുത്തിന് പിടിച്ച് ആരാണ് തനിക്ക് സ്പൈഡർമാന്റെ ഫോട്ടോസ് തരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം നമ്മുടെ പീറ്റർ പാർക്കർ പെട്ടെന്ന് ഓടിച്ചെന്ന് സ്യൂട്ട് ധരിച്ച് അവിടെ വന്നു. എന്നാൽ സ്പൈഡർമാന്റെ മുഖത്ത് ഗ്രീൻ ഗോബ്ലിൻ ഒരു സ്പ്രേ അടിച്ച് ബോധം കെടുത്തി. സ്പൈഡർമാന് ബോധം വന്നപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഗ്രീൻ ഗോബ്ലിൻ സ്പൈഡർമാനോട് പറയാണ്, പേടിക്കേണ്ട, നീ ചത്തിട്ടൊന്നുമില്ല. കഥയിൽ ഞാൻ വില്ലനും നീ ഹീറോയുമാണ്. നീ ജനങ്ങളുടെ സുരക്ഷയാണ് നോക്കുന്നത്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയൊക്കെ നീ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചാലും അവര് നിന്നെ തള്ളിപ്പറയും. അവർ ഒരിക്കലും നിന്നെ അവരുടെ ഹീറോ ആയിട്ട് അംഗീകരിക്കില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ കൂട്. നമ്മൾ ഒന്നിച്ചാൽ ഈ ലോകം തന്നെ നമ്മൾക്ക് കൈക്കലാക്കാം. നീ നന്നായി ആലോചിച്ച് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് ദ ഗ്രീൻ ഗോബ്ലിൻ പറന്നുപോയി. ഒരു രാത്രി പീറ്റർ പാർക്കർ മേരി നടന്നു പോകുന്നത് കണ്ടു. എന്നാൽ മേരി പോകുമ്പോൾ പിന്നാലെ 3-4 പേര് പോകുന്നതും പീറ്റർ കാണുകയാണ്. അതായത് മേരി അപകടത്തിലാണ് എന്ന് പീറ്ററിന് മനസ്സിലായി. സോ ഈ 4 ഗുണ്ടകൾ മേരിയെ ഹറാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ പീറ്റർ സ്പൈഡർമാൻ ഔട്ട്ഫിറ്റിൽ വന്ന് മേരിയെ ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തുകയാണ്. സോ 2 തവണയാണ് മേരിയുടെ ജീവൻ സ്പൈഡർമാൻ രക്ഷിച്ചത്. തീരാത്ത കടപ്പാട് തന്നെയാണ് മേരിക്ക് സ്പൈഡർമാനോട് ഇപ്പോൾ ഉള്ളത്. ഒരു ദിവസം ഒരു ബിൽഡിംഗ് കത്തിപ്പോവുകയാണ്. ഒരു സ്ത്രീയുടെ
നമ്മുടെ കുട്ടി എന്നാൽ ആ ബിൽഡിംഗിൽ അകപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സിന് ആർക്കും ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദാ ദൂരെ നിന്ന് സ്പൈഡർമാൻ വരുന്നു. സ്പൈഡർമാൻ അങ്ങനെ കത്തുന്ന ആ ബിൽഡിംഗിൽ കയറി ആ കുഞ്ഞിനെ രക്ഷിച്ച് ഭദ്രമായി കുഞ്ഞിന്റെ അമ്മയെ ഏൽപ്പിച്ചു. പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു കരച്ചിൽ അവർ കേൾക്കുകയാണ്. അങ്ങനെ വീണ്ടും സ്പൈഡർമാനെ രക്ഷിക്കാനായി കത്തുന്ന ആ ബിൽഡിംഗിലേക്ക് പോവുകയാണ്. പക്ഷെ ആ കരച്ചിൽ ദ ഗ്രീൻ ഗോബ്ലിന്റെ ട്രാപ്പാണ്. തന്റെ ഓഫർ നിരസിച്ചതിന് സ്പൈഡർമാനെ കൊല്ലാൻ വേണ്ടിയാണ് ഗ്രീൻ ഗോബ്ലിൻ വന്നത്. അവര് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൽ സ്പൈഡർമാന്റെ കൈ ചെറുതായി മുറിയുന്നുമുണ്ട്. അടുത്ത ദിവസം, അപ്പോൾ ഇന്ന് ഹാരി വീട്ടിലേക്ക് തന്റെ അച്ഛനെ പരിചയപ്പെടാനായി മേരിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൂടെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ പീറ്റർ പാർക്കറിനെയും അതേപോലെ ആന്റിയും ഹാരി വിളിച്ചിട്ടുണ്ട്. അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോർമൻ പീറ്റർ പാർക്കറിന്റെ കയ്യിലെ മുറിവ് ശ്രദ്ധിച്ചു. നോർമന് ആ മുറിവ് കണ്ട് നല്ല പരിചയമുണ്ട്. അതായത് നോർമന് ഏകദേശം മനസ്സിലായി പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കാതെ നോർമൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അച്ഛൻ എവിടത്തേക്കാണ് പോകുന്നത്? അച്ഛൻ ഇങ്ങനെ പോകാൻ പാടില്ല. എന്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് മേരി. അപ്പോൾ മകനോട് അച്ഛൻ പറഞ്ഞത്, മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ നിന്നെ ഇഷ്ടപ്പെട്ട് വന്നതൊന്നുമല്ല, നമ്മുടെ പണം കണ്ട് മാത്രമാണ് ഇവളുമാരി പിന്നാലെ വരുന്നത്. അങ്ങനെ മേരിയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നോർമൻ മകനോട് പറയുന്നത്. ഇതൊക്കെ മേരിയും പീറ്റർ പാർക്കർ ഒക്കെ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. മേരി അങ്ങനെ സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പീറ്റർ പാർക്കർ തന്നെ സ്പൈഡർമാൻ എന്ന് മനസ്സിലാക്കി ഗ്രീൻ ഗോബ്ലിൻ അറ്റാക്ക് ചെയ്യാനായി പോയത് പീറ്റർ പാർക്കറിനെ അല്ല, മറിച്ച് പീറ്റർ പാർക്കർ ഏറെ ഇഷ്ടപ്പെടുന്ന തന്റെ ആന്റിയാണ്. സോ ഇവിടെ പരിക്കേറ്റ ആന്റിയെ ഹോസ്പിറ്റലിലേക്ക് കാണാനായി പീറ്റർ പാർക്കർ ഓടിയെത്തി. അങ്ങനെ പീറ്റർ പാർക്കർ മനസ്സിലായി ഗ്രീൻ ഗോബ്ലിൻ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാക്കിയെന്ന്. സോ ഇവിടെ ഹോസ്പിറ്റലിൽ ആന്റിയെ കാണാനായി മേരി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി അങ്ങനെ പീറ്റർ പാർക്കറിനോട് സംസാരിക്കുകയാണ്. മേരി പീറ്ററിനോട് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ആരാണ് എന്നൊക്കെ പീറ്റർ ചോദിച്ചപ്പോൾ അവൻ 2 തവണയാണ് എന്റെ ജീവന് രക്ഷിച്ചത്, സ്പൈഡർമാനെയാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെയാണ് മേരി പീറ്ററിനോട് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ പീറ്ററിന് ഒരുപാട് സന്തോഷമായി. കാരണം പീറ്റർ ആണല്ലോ ഈ സ്പൈഡർമാൻ. പീറ്റർ പാർക്കറിനെ കൈ പിടിച്ചിട്ടാണ് മേരി സംസാരിക്കുന്നത്. പെട്ടെന്നാണ് അവിടത്തേക്ക് ഹാരി കേറി വന്നത്. ഈ കാഴ്ച കണ്ട ഉടനെ ഹാരി അവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ ചെന്ന ഹാരി അച്ഛനോട് താൻ കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞതാണ് ശരി, അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമൊന്നുമല്ല എന്നും ഹാരി അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ മകനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. നോർമൻ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. അതായത് പീറ്റർ പാർക്കർ ഈ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മേരി എന്ന പെൺകുട്ടിയാണ് എന്ന്. ഇവിടെ പീറ്റർ പാർക്കറിന്റെ ആന്റി ഓക്കെ ആയതായി കാണാം. പുള്ളിക്കാരി മേരിയെ കുറിച്ചൊക്കെ പീറ്ററിനോട് പറയുന്നുണ്ട്, അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ. ഈ സമയം പീറ്ററിന് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. താൻ മേരിയെ ഇഷ്ടപ്പെടുന്ന കാര്യം ഗ്രീൻ ഗോബ്ലിൻ അറിഞ്ഞാൽ ഗ്രീൻ ഗോബ്ലിൻ മേരിയെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ പീറ്റർ പെട്ടെന്ന് മേരിയെ കോൾ ചെയ്യുകയാണ്. എന്നാൽ കോൾ എടുത്തത് മേരി അല്ല, ഗ്രീൻ ഗോബ്ലിൻ ആണ്. അതായത് മേരി അപകടത്തിലാണ് എന്ന് പീറ്റർ പാർക്കറിന് മനസ്സിലായി. സോ ഇവിടെ സ്പൈഡർമാന് മേരിയെ രക്ഷിക്കാനായി ചെല്ലുകയാണ്. എന്നാൽ ദ ഗ്രീൻ ഗോബ്ലിൻ ഒരു വശത്ത് ഒരു കേബിൾ കാർ പിടിക്കുകയാണ്. ആ കേബിൾ കാറിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഗ്രീൻ ഗോബ്ലിന്റെ മറ്റേ കയ്യിൽ മേരിയുമുണ്ട്. അതായത് സ്പൈഡർമാൻ ഇവിടെ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. പക്ഷെ സ്പൈഡർമാൻ പെട്ടെന്ന് ചാടി മേരിയെ പിടിച്ച് രക്ഷപ്പെടുത്തി. അതേപോലെ താഴേക്ക് വീഴാനായി പോകുന്ന ആ കേബിൾ കാറും സ്പൈഡർമാൻ പിടിച്ചു വെച്ചു. എനിക്ക് കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പൈഡർമാനും ദ ഗ്രീൻ ഗോബ്ലിനും തമ്മിലുള്ള ഫൈറ്റ് ആണ്. ആ ഫൈറ്റ് നടക്കുന്ന സമയം സ്പൈഡർമാന്റെ മുഖത്തെ മാസ്ക് ഒക്കെ കീറിയിട്ടുണ്ട്. അതായത് പീറ്റർ പാർക്കറിന്റെ മുഖം വ്യക്തമായി കാണാം. ഗ്രീൻ ഗോബ്ലിൻ സ്പൈഡർമാനോട് പറയാണ്, ഞാൻ നിന്നെ മാത്രമല്ല നീ സ്നേഹിക്കുന്ന എല്ലാവരും ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നുകളയും. അത് കേട്ടപ്പോൾ സ്പൈഡർമാന് ദേഷ്യം വന്നു. നിർത്താതെ സ്പൈഡർമാൻ ദ ഗ്രീൻ ഗോബ്ലിനെ തല്ലുകയാണ്. തല്ലുകൊണ്ട് അവശനായ ഗ്രീൻ ഗോബ്ലിൻ പെട്ടെന്ന് സ്പൈഡർമാനോട് മാപ്പ് പറയുകയാണ്. ഇത് ഞാനാണ് എന്ന് പറഞ്ഞ് ഗ്രീൻ ഗോബ്ലിൻ തന്റെ മാസ്ക് കഴിക്കുകയാണ്. ഗ്രീൻ ഗോബ്ലിൻ ഹാരിയുടെ അച്ഛൻ നോർമൻ ആണെന്ന് അറിഞ്ഞപ്പോൾ പീറ്റർ പാർക്കർ ആകെ ഷോക്കായി. പക്ഷെ നോർമൻ പീറ്ററിനോട് പറയാണ്, ഇതൊന്നും ചെയ്തത് ഞാനല്ല, ഗ്രീൻ ഗോബ്ലിൻ എന്നെ നിയന്ത്രിച്ചുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ആണ് നോർമൻ ഇവിടെ നടത്തുന്നത്. എന്നാൽ ഈ സമയം പീറ്റർ പാർക്കർ കാണാതെ നോർമൻ തന്റെ ഗ്ലൈഡർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഗ്ലൈഡർ വെച്ച് പീറ്റർ പാർക്കറിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടി. എന്നാൽ അത് പീറ്റർ പാർക്കറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്പൈഡർമാൻ പെട്ടെന്ന് ചാടി രക്ഷപ്പെടുകയും ആ ഗ്ലൈഡർ നോർമന്റെ ശരീരത്തിൽ തന്നെ കുത്തിക്കയറി. അതായത് നോർമൻ മരണപ്പെടാനായി പോവുകയാണ്. നോർമൻ മരിക്കുന്നതിന് മുൻപ് പീറ്റർ പാർക്കറിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനാണ് എന്ന കാര്യം എന്റെ മകനോട് പറയരുത്. സോ ഇവിടെ നോർമന്റെ ബോഡി സ്പൈഡർമാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു. ഹാരി അത് കണ്ടപ്പോൾ പെട്ടെന്ന് തോക്കെടുത്ത് സ്പൈഡർമാനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും സ്പൈഡർമാൻ അവിടുന്ന് സ്ഥലം വിട്ടു. സോ ഹാരിയുടെ ഇപ്പോഴത്തെ പക മുഴുവനും സ്പൈഡർമാനോടാണ്.
അച്ഛന്റെ സംസ്കരണ ചടങ്ങിൽ വെച്ച് പീറ്ററിനോട് ഹാരി സംസാരിക്കുകയാണ്. ഇതിനൊക്കെ ആ സ്പൈഡർമാനോട് ഞാൻ പകരം ചോദിക്കുമെന്നും ഹാരി പീറ്റർ പാർക്കറിനോട് പറയുന്നുണ്ട്. അവൻ അറിയത്തില്ലല്ലോ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന്. കഥയുടെ അവസാനം മേരി ആണെങ്കിൽ പീറ്ററിന്റെ അടുത്ത് വന്ന് മേരിക്ക് പീറ്ററിനോടുള്ള ഇഷ്ടം തുറന്നു പറയുകയാണ്. പീറ്ററിന് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത്. എന്നാൽ ഇവിടെ പീറ്റർ പാർക്കർ മേരിയുടെ ഇഷ്ടം സ്വീകരിച്ചിട്ടില്ല. കാരണം ശത്രുക്കൾ തനിക്ക് ഏറെ ഇഷ്ടപ്പെടുന്നവരെയാണ് അറ്റാക്ക് ചെയ്യുക എന്ന് പീറ്ററിന് നന്നായി അറിയാം. അതുകൊണ്ട് താൻ മേരിയുടെ ഇഷ്ടം സ്വീകരിച്ചാൽ അത് പുള്ളിക്കാരുടെ ജീവന് അപകടമാണ് എന്ന് പീറ്റർ പാർക്കറിന് നല്ല ബോധ്യമുണ്ട്. പീറ്റർ പാർക്കർ എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന, ഒരിക്കലും മറക്കാത്ത ആ വാക്കുകളാണ് I will never forget these words. With great power comes great responsibility. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.